നമസ്കാരം. ഇപ്പോൾ ബൈപ്പാസിലാണ് ഉള്ളത്. നമ്മുടെ ബൈപ്പാസിലെ ചില കാഴ്ചകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇത് നമ്മൾക്കറിയാം, തീവ്രമായ മഴയാണ്. ഈ മഴയും റോഡും അതുപോലെ തന്നെ നമ്മുടെ വയലും കാണാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ അടുത്താണ് നഗരസഭയാണെന്ന് നാട്ടുകാരാന്ന് പറയാൻ കഴിയില്ല, കല്ല് പറക്കി വെച്ചിട്ടുണ്ട്. കാണുക നിങ്ങൾ, ഇത് ബൈപ്പാസാണ്. ബൈപ്പാസ് റോഡിൽ വലിയ ഗർത്തമുണ്ടായ സ്ഥലമാണ്. അവിടെ ഉണ്ടായിട്ടുള്ള അവസ്ഥയിൽ പോകുന്ന സമയത്ത് അത് കുലുങ്ങിയിട്ടാണ് പോകുന്നത്. ഈ റോഡിൻ്റെ ദയനീയാവസ്ഥ പച്ചവെളിച്ചം വാർത്തയായിട്ട് നൽകിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു അർദ്ധരാത്രിയിൽ ഒരു പാച്ച് വർക്കൊക്കെ നടത്തിയ ഒരു സാഹചര്യവുമുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ആളുകൾ വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നഗരസഭയിലേക്ക് മുമ്പിലൂടെ പോകുന്ന റോഡിലും വെള്ളമാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നഗരസഭയുടെ മുന്നിലൂടെ പോകുന്ന ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ വയൽ പ്രദേശമാണ്. ഇവിടെയാണ് പലരും മണ്ണൊക്കെ ഇട്ട് നികത്തിയിട്ട് ബിൽഡിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം കിട്ടിയത്. ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ സമ്പന്നരായ ആളുകൾക്ക് ഇവിടെ എന്തും നടക്കും, അതിന് വേണ്ടുന്ന അതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉപജാപക സംഘം ഇവിടെ ഉണ്ട് എന്ന കാര്യം പച്ചവിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ വ്യക്തമായ അന്വേഷണത്തിൽ അതൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ട അതൊക്കെ കൃത്യമായിട്ട് അവരുടെ പേര് സഹിതം തന്നെ പറയാൻ വേണ്ടി തയ്യാറാവും. ഒരു കാലത്ത് പോലീസ് സ്റ്റേഷൻ ഭരിച്ചിരുന്ന ആളുകളുടെ പേര് സഹിതം പച്ചവെളിച്ചം പറഞ്ഞിരുന്നു. അതൊന്നും പറയാനുള്ള ഒരു മടിയും പച്ചവെളിച്ചത്തിന് ഇല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമ്മുടെ മഴ വന്നാൽ വെള്ളം ഉണ്ടാവും. വെള്ളം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ പരിഹാരം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഭരണ സംവിധാനത്തിനും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിനുമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വാർത്തകളാണ് പച്ചവെളിച്ചം നൽകിയിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾക്കറിയാം. ഇതിൽ നമ്മുടെ ഭരണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ പൊതുസമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, നമ്മൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. കാരണം നമ്മൾ വെള്ളം പോകാനുള്ള വഴികൾ വെക്കുന്നതിൽ വലിയ ഉപേക്ഷ വരുത്തുന്ന ആളുകളാണ് നമ്മൾ. എല്ലാവരും സ്വാർത്ഥമതികളായിട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് നമുക്ക് മഴയൊക്കെ ഇങ്ങനെ കനത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമ്മൾക്കൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു വിവേകം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണ സംവിധാനത്തിനും ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ബൈപ്പാസ് റോഡ് ഇതിനിടയ്ക്ക് നടത്തിയ എല്ലാ പാച്ച് വർക്കും പൊട്ടിപ്പൊളിഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്കൂടെ പോകാനുള്ള യാത്ര ആദ്യമേ ദുസ്സഹമായ ഒരു സാഹചര്യവുമുണ്ട് എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഇനിയും മഴ കൂടിയാൽ ഇവിടെ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഈ കല്ലുകളൊന്നും തന്നെ ഒരു തടസ്സമായിട്ട് വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ കുറേ കഴിഞ്ഞാൽ നല്ല വെള്ളമുണ്ടായാൽ ഈ കല്ലൊക്കെ ഒഴുകിപ്പോകുന്ന കാര്യത്തിൽ ഒരു തക്കം വേണ്ട. രാത്രി കാലങ്ങളിൽ വെള്ളക്കെട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കോറോം ഭാഗത്ത് പല സ്ഥലത്തും വെള്ളമാണ്, ഇട റോഡുകളിലെല്ലാം വെള്ളമാണ്. അതുകൊണ്ട് രാത്രിയിൽ മഴ കനത്താൽ റോഡുകളിലൊക്കെ വെള്ളം കയറി, താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം കയറിയിട്ടാണുള്ളത്. നഗരസഭയിൽ വെള്ളം കയറി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ജാഗരൂകരാകണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ പ്രകൃതിയെ പലപ്പോഴും ചൂഷണം ചെയ്യുന്ന സമയത്ത് പ്രകൃതിയും തിരിച്ച് നമ്മൾക്ക് പണിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് ഇതൊക്കെ റോഡൊക്കെ ബ്ലോക്കാക്കിയിട്ടാണുള്ളത്. എത്ര കാലം ഇവരൊക്കെ റോഡുകളൊക്കെ ബ്ലോക്കാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമെന്ന കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പച്ചവെളിച്ചത്തിന് വേണ്ടി ബൈപ്പാസിൽ നിന്ന് രാജീവൻ പച്ച.